വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സക്കറിയ പുസ്തകം 13-ാം അധ്യായം. പാപശുദ്ധീകരണം, വ്യാജപ്രവാചകന്മാരുടെ നാശം, ഇടയന്റെ നിരസിക്കപ്പെടൽ, ശേഷിക്കുന്ന ജനങ്ങളുടെ ശുദ്ധീകരണം എന്നിവയെക്കുറിച്ചാണ്. ദൈവം തന്റെ ജനത്തെ ശുദ്ധീകരിക്കും. വ്യാജപ്രവാചകന്മാർ ഇല്ലാതാകും. ഇടയൻ അടിക്കപ്പെടും. എന്നാൽ ശേഷിക്കുന്ന ജനങ്ങൾ ദൈവത്തിന്റെ ജനമായി നിലകൊള്ളും. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. അത് പാപവും അശുദ്ധിയും കഴുകിക്കളയും. വിഗ്രഹാരാധനയും വ്യാജപ്രവാചകന്മാരും ദേശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഒരാൾ വ്യാജപ്രവാചകനായി സംസാരിച്ചാൽ അവന്റെ സ്വന്തം മാതാപിതാക്കൾ തന്നെ അവനെ ശിക്ഷിക്കും. യഹോവ പറയുന്നു, എന്റെ ഇടയനെ, എന്റെ കൂട്ടുകാരനെ വാളെ അടിക്കാം. ഇടയൻ അടിക്കപ്പെടുമ്പോൾ ആടുകൾ ചിതറിപ്പോകും. ജനങ്ങളിൽ 2 പേർ നശിക്കും, ഒരാൾ മാത്രം ശേഷിക്കും. അവശേഷിക്കുന്നവരെ ദൈവം തീയിൽ പരീക്ഷിക്കും. അവർ ശുദ്ധീകരിക്കപ്പെടും. അവർ യഹോവയുടെ ജനമാകും. യഹോവ അവരുടെ ദൈവമാകും. സക്കറിയ പുസ്തകത്തിലെ 14-ാം അധ്യായം യഹോവയുടെ ദിവസം വരുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ജെറുസലേമിനെതിരെ ജാതികൾ ഒന്നിച്ചുവരും. എന്നാൽ യഹോവ തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്യും. ഒടുവിൽ ജെറുസലേം സുരക്ഷിതവും വിശുദ്ധവുമായ നഗരമാകും. ജെറുസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് വലിയൊരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. സക്കറിയ 14-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവ് ഭൂമി മുഴുവന്റെയും രാജാവായി വാഴും. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവിടത്തേക്ക് ഒരു നാമം മാത്രവും. സക്കറിയ 14-ാം അധ്യായം 9-ാം തിരുവചനം. സക്കറിയ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ആമേൻ.